സ്വതന്ത്ര പരീക്ഷണാത്മക സിനിമകളുടെ ഏറ്റവും വലിയ ചലച്ചിത്രോത്സവമായ IEFFK കോഴിക്കോട് തുടരുന്നു. മേള നാളെ സമാപിക്കും. മേളയുടെ 7ാമത് എഡിഷനാണിത്. കോഴിക്കോട് ഈസ്റ്റ് ഹിൽ കൃഷ്ണ മേനോൻ മ്യൂസിയം തിയേറ്ററിലാണ് മേള തുടരുന്നത്. കോഴിക്കോട് നഗരത്തിൽ ഒരു പതിറ്റാണ്ടിലധികമായി പരീക്ഷണാത്മക ബദൽ സിനിമകളെ സ്നേഹിച്ച ചലച്ചിത്ര കൂട്ടായ്മയായ മിനിമൽ സിനിമയുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട് അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടക്കുന്നത്. 7ാം പതിപ്പിൽ എത്തി നിൽക്കുമ്പോൾ നിരവധി രാജ്യാന്തര സിനിമകളുടെ പ്രഥമ പ്രദർശനം ഉൾപ്പെടെ മേളയിലുണ്ട്. ശ്രീലങ്കൻ സംവിധായിക നദി വാസല മുതലി ആരാച്ചിയാണ് മേള ഉദ്ഘാടനം ചെയ്തത്. ഓരോ വർഷവും വലിയ ആത്മവിശ്വാസമാണ് മേള ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിൽ ഉണ്ടാക്കുന്നതെന്ന് മിനിമൽ സിനിമ കൂട്ടായ്മയുടെ സ്ഥാപകരിൽ ഒരാളും സംവിധായകനും ഛായാഗ്രഹകനുമായ പ്രതാപ് ജോസഫ് പറഞ്ഞു. അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ ഈ സ്ഥിരം ഫെസ്റ്റിവലുകൾക്ക് കുറച്ച് പരീക്ഷണ സ്വഭാവമുള്ള സിനിമകൾ കാണിക്കാൻ മടിയായിരിക്കും. അപ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യാതെ സിനിമ എന്ന് പറയുന്ന മീഡിയത്തെ ഏറ്റവും പരീക്ഷണാത്മകമായി സമീപിക്കുന്ന, അതേസമയം സിനിമയുടെ പ്രൊഡക്ഷനിലൊക്കെ ഈ ഇൻഡിപെൻഡൻറ്റ് വാല്യൂ നിലനിർത്തുന്ന തരം സിനിമകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഏറ്റവും നല്ലൊരു പാക്കേജ്, ഇപ്പോൾ 31 സിനിമകൾ ഈ ഫെസ്റ്റിവലിൽ കാണിക്കുന്നുണ്ട്. അതിൽ ഏതാണ്ട് 15ഓളം സിനിമകൾ കേരളത്തിൽ ആദ്യമായിട്ട് കാണിക്കുന്നു. 14 മലയാള സിനിമകൾ, 12 ഇന്ത്യൻ സിനിമകൾ, 5 ലോക സിനിമകൾ എന്നിവയാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. നിധി സക്സേന സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രം സാഡ് ലെറ്റേഴ്സ് ഓഫ് ആൻ ഇമാജിനറി വുമൺ ആണ് സമാപന ചിത്രം. മാധ്യമപ്രവർത്തകനും ചലച്ചിത്രകാരനുമായ P. അഭിജിത്ത് സംവിധാനം ചെയ്ത ഞാൻ രേവതി ഉൾപ്പെടെ ഒട്ടേറെ ഡോക്യുമെന്ററികളുടെയും സിനിമകളുടെയും ആദ്യ പ്രദർശനം കൂടിയാണ് ഇത്തവണത്തെ IEFFK വേദി. ഇന്ത്യൻ സിനിമകളുടെ മത്സര വിഭാഗത്തിലെ മികച്ച ചിത്രത്തിന് 50,000 രൂപയുടെ ക്യാഷ് അവാർഡും ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.